ഹലോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇടാൻ എനിക്ക് മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരാളോടുള്ള പിണക്കം പറ്റും. വെറുതെ അത് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പിണക്കമാണ്. ഞാൻ പലതവണ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പുള്ളി അതിനൊക്കെ തയ്യാറാവുന്നില്ല. പുള്ളി ഭയങ്കര പിടിവാശക്കാരനും ഭയങ്കര ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കൃഷ്ണൻ ചേട്ടനെ കുറിച്ചാണ്. വെറുതെ പിന്നെ ഞാൻ കൂടെ നിന്നാണ് കളി. എനിക്ക് തോന്നുന്ന കളി കാര്യം നമ്മുടെ ബോണ്ടിങ് സ്വന്തം കുളിക്കാത്തൊന്നുമല്ല കേട്ടോ. മുടി എനിക്ക് തട്ടം തടിക്കുന്ന സ്കിന്നിൽ ഒരുമാതിരി തോന്നും. അങ്ങനെ കുളിക്കാത്തൊന്നുമില്ല. നമുക്ക് വിഷയത്തിലൂടെ നമ്മുടെ ബോണ്ടിങ് അങ്ങനെയാണ്. എൻ്റെ കൃഷ്ണന് കഥ പറഞ്ഞു തുടങ്ങാനെങ്കിൽ ഒരു 5-6 കൊല്ലം മുന്നേ പോവാം. ഞാൻ തികഞ്ഞൊരു കൃഷ്ണഭക്തിയായിരുന്നു. എനിക്ക് പറ്റുമ്പോഴൊക്കെ മാസം വ്യാഴാഴ്ച, കൂടുതലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നോക്കിയാണ് ഞാൻ പോവാറ്. എൻ്റെ നേറ്റീവ് പ്ലേസിൽ തന്നെ ജനാർദ്ദന സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം. എനിക്ക് പറ്റുമ്പോഴൊക്കെ അതായത് എനിക്ക് കുഞ്ഞിലേ മുതലേ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് 1 അവസാനമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ കമ്പനിക്കാർ എനിക്ക് ഉണ്ടാവുന്നത്. ഈ 10ാം ക്ലാസ്സിലൊന്നും വലിയ ഫ്രണ്ട്സില്ല. 6ാം ക്ലാസ്സിൽ വെച്ച് റെനീന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ കോട്ടയത്തോട്ട് അവരുടെ കുടുംബസ്ഥലത്തോട്ട് മാറിപ്പോയി. പക്ഷേ എനിക്ക് വലിയ ഫ്രണ്ട്സൊന്നുമില്ല. കാര്യം പിന്നെ ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത് ഈ കൃഷ്ണനോടും പിന്നെ മുരുകൻ സൈഡികൂടെ ഉണ്ട് കേട്ടോ. മുരുകൻ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഈ കൃഷ്ണനായിരുന്നു. അതൊന്ന് ആലോചിക്കണം. അപ്പം എനിക്ക് പിന്നെ മുരുകനാണ് എന്നോട് പിണക്കം വയ്ക്കേണ്ടത്. പുള്ളി അങ്ങനെയൊന്നുമല്ല. പുള്ളി നല്ല ആളാണ്, ഫേസ് മെമ്പറാണ്. അപ്പോൾ ഈ കൃഷ്ണൻ ഞാൻ തൊട്ട് സന്നിധിക്ക് തൊട്ട് മുമ്പേ അവർ പോയിട്ട് എനിക്ക് കയറാൻ പറ്റാത്ത സിറ്റുവേഷനായിട്ട് ഞാൻ തിരിച്ചു വരിക ചെയ്തു. ഒരു 4-5 കൊല്ലം മുന്നേ ഞാൻ പറഞ്ഞില്ല, എല്ലാ ചെന്ന് പറയുന്നതും എനിക്ക് സ്വന്തം എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ ഉള്ളായിരുന്നു. ഞാൻ അത്രയും നിഷ്കളങ്കമായൊരു കുട്ടിയായിരുന്നു. ഈ കാണുന്ന പോലെയല്ലായിരുന്നു. പണ്ട് ഞാൻ ഒരു പാവം കുട്ടിയായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എന്നോട് ഇങ്ങോട്ട് ചൊറാനിച്ചാലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. അങ്ങനെ എല്ലാ കാര്യവും പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിഷ്കളങ്കമായി എൻ്റെ ലൈഫിൽ നടക്കുന്ന മൊത്തവും അപ്രതീക്ഷിതമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ എൻ്റെ പിണക്കങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വിചാരിക്കണം, പാവം കുട്ടിയാണ്, അവളെല്ലാം വന്ന് പറയുന്നത് നിഷ്കളങ്കമായൊരു കുട്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വള്ളിയാണെന്ന് വന്നാൽ ഇതിന് നമുക്കിപ്പോൾ ഒരു ആപത്ത് സംഭവിച്ചിട്ടല്ല ഇവരാരും നമ്മളെ രക്ഷിക്കേണ്ട, അല്ലേ? അത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആപത്ത് സംഭവിക്കുമ്പോഴത്തേക്കല്ല ഒരാൾ രക്ഷിക്കേണ്ടത്, ആപത്തിൽ നിന്ന് തടയുക എന്നൊരു കാര്യം കൂടെയുണ്ട്. അപ്പൊ ഇങ്ങനെ അതൊന്നും എനിക്കൊരു ക്ലൂ പോലും തന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ കുറെ കാര്യത്തിന് ഇങ്ങനെയോടെ പിണങ്ങി. ലാസ്റ്റ് ആയിട്ട് ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഇനി കരഞ്ഞു വിളിച്ചിട്ടൊക്കെ ചെല്ലുന്നേ. എനിക്ക് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് കരച്ചിലൊക്കെ വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ കരച്ചിലം പറഞ്ഞു. പക്ഷെ കരയത്തില്ല, അങ്ങനെ കരച്ചിൽ വന്ന് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നോൻ ചെന്ന് വന്നിട്ട് പറഞ്ഞു, ഇനി മേലെ ഞാൻ നിന്നെ കാണാനും വരത്തില്ല, നിനക്കൊട്ടൊന്നും കൊണ്ട് തരത്തുമില്ല എന്നൊക്കെ പറഞ്ഞു. ആകെ പിണങ്ങി അന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ ഞാൻ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തില് ഞാൻ ഈ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് 1 വർഷത്തിനുള്ളിൽ ഞാൻ ഇപ്പോഴും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അങ്ങോട്ട് പോകാറില്ല കേട്ടോ. എനിക്ക് ആ ഒരു ബോണ്ടിങ് ഉണ്ട്. എന്നാലും എന്തോ എനിക്ക് പഴയ പോലെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതാണ്. കാര്യം എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നാൽ തന്നെ നമ്മൾ ആ വഴിക്കാൻ ഞാൻ പോകത്തില്ല. ട്രസ്റ്റ് ഇഷ്യൂ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സാധനം. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഇടക്കാലം മുതൽ അമ്മ ഗുരുവായൂർ അമ്പലത്തിലാണ്ട് ആ ഇടയ്ക്ക് പോകാനായിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ വായിത്തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെ അങ്ങനെ പറഞ്ഞു. അതൊക്കെ പുള്ളി കേട്ടിരിക്കുമായിരിക്കുമല്ലോ. പുള്ളിക്ക് ഈഗോ അടിച്ചാണ്. പുള്ളി എന്നാൽ ഓക്കെ ഞാൻ വരുത്തിക്കാം എന്നുള്ളൊരു മൈൻഡിലിരിക്കുകയായിരിക്കും. പക്ഷെ ഞാൻ അതിനുശേഷം പലതവണ ഞാൻ പോകാനായിട്ട് എല്ലാം സെറ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇറങ്ങി നിന്നിട്ട് വരെ എനിക്ക് ഇറങ്ങി നിന്നിട്ട് ഞാൻ മെലിഞ്ഞോന്നുണ്ടല്ലോ. സന്നിധി ചെന്നിട്ട് പോലും എന്നെ അങ്ങനെ കയറ്റിയില്ല. ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി. അപ്പൊ ഇതിങ്ങനെ ആലോചിച്ചിട്ടാണെങ്കിൽ എന്റെ മൈൻഡിലുണ്ടല്ലോ എനിക്ക് മര്യാദയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല. ആകെ ഒരു ഇതും കാര്യങ്ങളും. എനിക്ക് പിണക്കമൊക്കെ മാറ്റണമെന്നുണ്ട്. ഇങ്ങനെ പിണക്കം മാറ്റുന്നില്ല. ഇതൊക്കെ ചെയ്യുക. നിങ്ങളും ഇങ്ങനെയാണോ? ഞാൻ 4-5 കൊല്ലമാവും ഇപ്പോഴപ്പയ്യപ്പയ്യ അമ്പലത്തിലൊക്കെ പോയി വന്നു തുടങ്ങി. അതും അമ്മ ഇങ്ങനെയല്ല. എനിക്ക് ആ ഒരു വിഷമമൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവരോടുള്ള പിണക്കവും മാറി. അപ്പൊ ഞാൻ പയ്യ എല്ലാവരെയും ചെന്ന് കണ്ട് വിശേഷങ്ങളും ഇതുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്പനി ആവാറുണ്ടില്ല. പക്ഷെ ഇന്ത്യയിൽ മാത്രം അടുത്തൊന്നുമില്ല. അപ്പൊ മുങ്ങിപ്പോയിട്ട് പോലും എനിക്ക് കാണാൻ പറ്റാണ്ടെങ്കിൽ എനിക്ക് സങ്കടം. പുള്ളിന് പിണക്കം മാറിയിട്ടില്ല. പുള്ളി അത്രയും ഈഗോ അടിച്ചിരിക്കുന്ന ഇതുകൊണ്ടായിരിക്കണം പിണക്കം മാറ്റാൻ പറ്റുന്നില്ല. പിണക്കം മാറാൻ എന്തെങ്കിലും വഴി അറിയാവുന്നവർ പറഞ്ഞു തരേണ്ടതാണ്. അതൊരു സമാധാനം ഇല്ല.
അതൊക്കെ മാറി പഴയ ബോണ്ടൊക്കെ തിരിച്ചു വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പുള്ളിക്കും ആഗ്രഹമുണ്ടെങ്കിൽ പഴയ ഇവിടെ ഒന്ന് വേണ്ടി കൂടെ പഴയ പോലേക്ക് എന്തായാലും ഒരു കണ്ണിച്ചോര എല്ലാവരേക്ക് എനിക്ക് ഇങ്ങനെ ഞാനിങ്ങനെ എന്തൊരു സാധനം മാടി വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട്. പക്ഷേ അങ്ങോട്ട് എത്തപ്പെടാൻ പറ്റുന്നില്ല. ഇതിന് ഞാൻ പ്രതികാരം വീട്ടിയിരിക്കുന്നു. പത്തുമ്പോഴൊക്കെ വരുമ്പോൾ പിന്നെ അവിടെയുള്ള ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ എപ്പോഴും വരും. ഇതിപ്പോൾ ഈ പിണക്കം മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടതാണ്. ഇതിനൊരു ട്രിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടതാണ്. പിണക്കം മാറട്ടെ. എന്തിനാ ഇങ്ങനെ പിണക്കമൊക്കെ വെച്ചിരിക്കുന്നു.